ഈ മാർക്കറ്റിൽ നമുക്ക് വേണ്ടുന്ന രണ്ട് കാര്യങ്ങളാണ് പേഷ്യൻസും ഡിസിപ്ലിനും. അതായത് ഈ പറഞ്ഞ കണക്ക് ഇന്ന് ലിവറേജ് ഉണ്ട്, അതുകൊണ്ട് മാക്സിമം നമ്പർ ഓഫ് ട്രേഡ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മേ ബി എന്ത് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്, ലോസ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നമ്മളെ റൈഡ് ചെയ്യിപ്പിക്കുന്നത് ഇമോഷൻസ് ആണ്, സൈക്കോളജീസ് ആണ്. കാരണം ഇന്ന് നമ്മുടെ പൈസയ്ക്ക് എത്ര ആവശ്യമുണ്ടോ അത് ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മേ ബി നമ്മൾ പഠിക്കുന്ന അനാലിസിസുകൾ നോക്കില്ല, മാർക്കറ്റ് മൂവ് ചെയ്യുന്ന രീതി മനസ്സിലാക്കില്ല, പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യത്തില്ല ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഓരോ ട്രേഡുകൾ നോക്കുന്ന സമയത്തും ടൈം കാണാൻ പറ്റും. നോക്കിക്കേ, ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് അതായത് വാല്യൂസിന്റെ താഴെ ടൈം കാണുന്നുണ്ടോ, 0.04, 41, 42, 43 എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെന്ന് പറയുന്ന ഈ ഒരു ടൈം വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ മാർക്കറ്റിന്റെ ഈ ഓരോ ക്യാൻഡിൽസും ഫോം ചെയ്യുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ക്യാൻഡിൽസ്. ഇവിടെ റെഡ് കളറും ഗ്രീൻ കളറിലും കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ ആക്ച്വലി ഈ റെഡ് കളറും ഗ്രീൻ കളറും നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു കളർ ആണെങ്കിലും നമുക്ക് ഈ ഒരു ഇന്റർഫേസിനെ വിളിക്കുന്ന പേരാണ് ട്രേഡിംഗ് വ്യൂ. എന്താണ് ട്രേഡിംഗ് വ്യൂ? അപ്പൊ നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ട്രേഡിംഗ് വ്യൂ ആണ്. അത് ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല, ലോകത്തെ ഏത് മാർക്കറ്റ് അനലൈസ് ചെയ്യാനും ഏത് പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്, ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം ഗൂഗിളിൽ കയറുക, നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡിംഗ് വ്യൂ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ അതിനുശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡിയും ഉപയോഗിച്ചിട്ട് ഇത് ലോഗിൻ ചെയ്യാൻ പറ്റും. മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇല്ലാത്ത ആൾക്കാർ ഇന്ന് തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, യൂസ് ചെയ്ത് നോക്കുക. ചാർട്ട് അനാലിസിന് കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത് ട്രേഡിംഗ് വ്യൂ തന്നെയാണ്. അപ്പം ഏത് ചാർട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല, ഇപ്പോൾ ഫോറക്സ് ആണെങ്കിലും എല്ലാം, കമ്മോഡിറ്റി ആണെങ്കിലും ക്രിപ്റ്റോ ആണെങ്കിലും എല്ലാം യൂസ് ചെയ്യാനായിട്ട് ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കുറേ ടൂൾസ് ഉണ്ട്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഒരു വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടൈം ഉണ്ട്. ഇതിൽ വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു പ്ലസ് സിമ്പൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടോ, ഓക്കെ, ഈ ഒരു പ്ലസ് സിമ്പൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെർച്ച് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റോക്സുകൾ ഈ വാച്ച് ലിസ്റ്റിൽ ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വിപ്രോ എന്ന് പറയുന്ന കമ്പനി തന്നെ ഇവിടെ ഞാൻ പ്ലസ് സിമ്പൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇവിടെ കണ്ടോ, അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് വിപ്രോ ആയി, കണ്ടോ. അപ്പൊ ഒന്നുകിൽ അങ്ങനെ കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി എളുപ്പം എന്ന് പറയുന്ന വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മൗസ് കൊണ്ടുവന്ന് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തിട്ട് കമ്പനിയുടെ പേര് ടൈപ്പ് ചെയ്ത് ഡയറക്റ്റ് കൊടുത്താൽ മതി. ഇപ്പൊ എക്സാമ്പിൾ ITC കണ്ടോ, വന്നേക്കുന്നുണ്ടോ. ITC വരുന്ന സമയത്ത് ITC ലിമിറ്റഡ് NSE വരും, BSE വരും, സ്റ്റോക്ക് വരും, കണ്ടോ. എന്തുവാ NSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനീസും എവിടെ ഉണ്ടാവും, BSEയിൽ ഉണ്ടാവും. പക്ഷെ BSEയിലുള്ള എല്ലാ കമ്പനീസും എവിടെ ഉണ്ടാവില്ല, NSEയിൽ ഉണ്ടാവില്ല. അപ്പൊ രണ്ട് ഇവിടെ ITC എന്ന് പറയുന്ന സ്റ്റോക്ക് എടുക്കുവാണെങ്കിൽ രണ്ടിടത്തും ഉണ്ട്, NSEയിലും ഉണ്ട്, BSEയിലും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും നോക്കുന്ന അനാലിസിസ് നടത്തുന്ന NSEയിലെ കമ്പനീസ് ആയിരിക്കും. അതേപോലെ തന്നെ സ്റ്റോക്സ് നമ്മൾ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സും ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ സ്റ്റോക്കുകൾ തന്നെ ഫ്യൂച്ചർ വാല്യൂസും ഉണ്ടാവും, ITC ഫ്യൂച്ചേഴ്സ് കണ്ടോ. നമ്മളെവിടെ സ്റ്റോക്ക് ആയിരിക്കണം നോക്കിയിട്ട് എടുക്കേണ്ടത്, എന്താണ് സ്റ്റോക്ക് ആയിരിക്കണം എടുക്കേണ്ടത്. ഡെറിവേറ്റീവ് മാർക്കറ്റ്സിൽ വരുന്നത് അത് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടൈമിൽ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയാം കേട്ടോ. നിങ്ങളിപ്പോൾ സ്റ്റോക്ക് ആയിരിക്കണം എടുക്കേണ്ടത്. ഇപ്പം വേറൊരു കമ്പനി വേണമെങ്കിൽ ആ കമ്പനി വരിക. ഇപ്പം വേറെ ഇപ്പോൾ HDFC, ഓക്കെ, HDFC എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് HDFC ബാങ്ക് ലിമിറ്റഡ് സ്റ്റോക്സ് ഉണ്ട്, HDFC ലൈഫ് വേറെ കമ്പനിയാണ്, അതിൻ്റെയും സ്റ്റോക്ക് ഉണ്ട്, HDFC AMC ലിമിറ്റഡ് അത് വേറെ കമ്പനിയാണ്. HDFC എന്ന് കൊടുക്കുമ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ കമ്പനീസ് വരും. ഓക്കെ, നമ്മളിപ്പോൾ ബാങ്കാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ സ്റ്റോക്ക് എടുക്കുക, എന്താണ് ബാങ്കിന്റെ സ്റ്റോക്ക് എടുക്കുക. ഓക്കെ, ആ ഒരു ചാർട്ട് കാണാൻ പറ്റുന്നത് ഇതിനെ വിളിക്കുന്ന പേരാണ് ചാർട്ട്. എന്താണ് ചാർട്ട്? ഈ ചാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ചാർട്ട് എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്, വാല്യൂ ഒക്കെ നമ്മള് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ എവിടെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലാണ്. എവിടെയാണ്, അതായത് ഫണ്ടമെന്റൽ അനാലിസിസിനകത്താണ് അതൊക്കെ വരുന്നത്. ഇത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. എന്താണ് ചാർട്ട് യൂസ് ചെയ്യുന്നത്, നമ്മൾ കമ്പനിയുടെ ടെക്നിക്കൽ അനാലിസിസ്, അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് എവിടെയാണ്, ഷെയറിന്റെ വാല്യൂ എവിടെയാണ്, അത് എപ്പോൾ ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള അനാലിസിസുകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ടെക്നിക്കൽ അനാലിസിസിൽ കുറെ ടൂൾസ് ഉണ്ട്. അതിന് മുമ്പേ നമുക്ക് ഇന്റർഫേസ് ഒന്ന് നോക്കാം. ഇവിടെ ചാർട്ട് ഉണ്ട്. ഈ ചാർട്ടിന്റെ കളേഴ്സ് റെഡും ഗ്രീനും കളർ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇവിടെ റൈറ്റ് ബട്ടൺ കൊടുത്തിട്ട് സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ
കണ്ടോ കളേഴ്സ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, എന്ത് ചെയ്യാം, കളേഴ്സ് ചേഞ്ച് ചെയ്യാം. അപ്പൊ ഇവിടെ ബോഡി വന്നിട്ട് ഗ്രീൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. ഇപ്പൊ ഇവിടെ കളർ ചേഞ്ച് ആയി. അപ്പൊ ഒരു പരിധി വരെ കളർ ചേഞ്ച് ചെയ്തിട്ട് ട്രേഡ് എടുക്കുന്നത് ബെനിഫിറ്റ് ആണ്. കാരണം എന്തുകൊണ്ടാ, റെഡ് എന്ന് പറഞ്ഞാൽ എന്തിനെ ഡിഫൈൻ ചെയ്യുന്ന കളറാ? ലോസ് അല്ലെങ്കിൽ എന്തിനെയൊക്കെ ഡിഫൈൻ ചെയ്യും, ഫിയർ അല്ലെ, അതിനെയൊക്കെ ഡിഫൈൻ ചെയ്യുന്ന കളറാണ് എന്തെന്ന് പറയുന്നത്, റെഡ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റെഡ് കളർ മാറ്റുന്നത് നമ്മുടെ സൈക്കോളജി കുറച്ചൊന്ന് ബെറ്റർ ആക്കാം. അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് എടുത്തിട്ട് താഴോട്ട് വന്ന് ലോസ് ആവുന്ന കാണുമ്പോൾ നമ്മൾ പാനിക് ആവും. അപ്പൊ അത് കുറയ്ക്കാൻ ഒരു പരിധി വരെ ഏത് നല്ലതാണ്, ഈ കളർ ചേഞ്ച് ചെയ്തിട്ട് ട്രേഡ് ചെയ്ത്. അതേപോലെ തന്നെ ഗ്രീൻ ആണെങ്കിലോ സമാധാനം, പിന്നെ ഗോ ഹെഡ്, പിന്നെ അവിടെ പറയൂ, പ്രോഫിറ്റ്, പിന്നെ ഹാപ്പിനെസ്, ഗ്രീഡ് അല്ലേ, കുറച്ച് ഗ്രീഡ് അല്ലേ പ്രോഫിറ്റ് ആകുമ്പം. ചെറിയ പ്രോഫിറ്റ് നിങ്ങൾ ഹാപ്പി ആവുമോ? ഹാപ്പി ആവൂല അല്ലേ. അപ്പം ഗ്രീഡിനെ ഡിഫൈൻ ചെയ്യുന്ന കളർ. അപ്പം ഈ കളർ ചേഞ്ച് ചെയ്താൽ തന്നെ നമുക്ക് കുറച്ച് നമ്മുടെ അനാലിസിസുകളിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും, അനാലിസിസുകൾ നോക്കും, അവിടെ എവിടെയാണ് ട്രേഡ് എടുക്കണ്ടേ, അല്ലെങ്കിൽ നമ്മൾ എന്ത് അനാലിസിസ് ബേസ് ചെയ്തിട്ടാണ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്, അങ്ങനത്തെ ഒക്കെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് ട്രേഡിങ് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, കളേഴ്സൊക്കെ മാറ്റിയിട്ട് ട്രേഡ് എടുക്കുവാണെങ്കിൽ നിങ്ങളുടെ സൈക്കോളജി ഒന്ന് ബെറ്റർ ആക്കാൻ നല്ലതായിരിക്കും. ഓക്കെ.